ഇസ്ലാമിന്റെ നെടും തൂണാണ്. നിർബന്ധമാണ് ആ നോമ്പ്, നിർബന്ധമാണ് ആ നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ആ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നിർബന്ധമാക്കിയിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിന്റെ നെടും തൂണാണ് പരിശുദ്ധമായ റമളാനിലെ പ്രധാനുഷ്ഠാനം. അതുകൊണ്ട് ആ പകലിലെ നോമ്പ് അകാരണമായി നഷ്ടപ്പെടുത്തുന്നത് മഹാപാപമാണ്. ഹൈദുള്ളവൾക്ക് ആ നോമ്പ് ഹറാമാണ്, നിഫാസുള്ളവൾക്ക് ആ നോമ്പ് ഹറാമാണ്, രോഗരക്തം ബാധിച്ചവൾക്ക്, ബ്ലീഡിംഗ് ഉള്ളവർക്ക് ഉപാധികളോടുകൂടെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വിരോധമില്ല. ആ നോമ്പ് അവൾ അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ഹൈദും നിഫാസും നോമ്പിന് തടസ്സമാണ്. പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ആ റമളാനിലെ നോമ്പ് ശാരീരിക സംയോഗം കൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ തുടരെ 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം. അതിന് സാധിക്കില്ല എങ്കിൽ 60 മിസ്കീന്മാർക്ക് നാട്ടിലെ പ്രധാനപ്പെട്ട അവശ്യാഹാരത്തിൽ നിന്ന് ഓരോ മുദ്ദ് വീതം കൊടുക്കൽ നിർബന്ധവുമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട മസലകൾ അറിയണം. മുലയൂട്ടുന്ന പെണ്ണാണെങ്കിലും അതുപോലെ ഗർഭിണിയായ പെണ്ണാണെങ്കിലും സ്വന്തം ശരീരത്തിനോ കുട്ടിക്കോ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനോ അല്ലെങ്കിൽ ചോര പൈതലിനോ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കോ വല്ല അപകടവും പറ്റുമെന്ന് കണ്ടാൽ അവൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കണ്ടുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അതൊരു വർഷം ബന്ധിപ്പിച്ചില്ല എങ്കിൽ മുദ്ദുകൂടാതെ തന്നെ ഖളാ വീട്ടിയാൽ മതിയാകും. നേരെ മറിച്ച് കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കണ്ടുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ഒരു വർഷം ബന്ധിപ്പിച്ചില്ല എങ്കിൽ പോലും ആ നോമ്പ് ഖളാ വീട്ടുന്ന സമയത്ത് ഒരു മുദ്ദുകൂടി കൊടുക്കൽ നിർബന്ധമുണ്ട് എന്ന് ശാഫിഈ മസ്ലക്കിന്റെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ആ റമളാനിന്റെ പകലിലെ നോമ്പ് അത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളവരെല്ലാം അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. പ്രായാധിക്യം കൊണ്ടോ ശമനം പ്രതീക്ഷിക്കപ്പെടാത്ത രോഗം കാരണത്താലോ ആ നോമ്പെങ്ങാനും അനുഷ്ഠിച്ചു പോയാൽ ശരീരത്തിന് വലിയ അപകടം പറ്റുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയാൽ അവർക്ക് റമളാനിന്റെ പകലിലെ നോമ്പ് നിർബന്ധമില്ല. പകരം നിർബന്ധമാകുന്നത് ഓരോ ദിവസവും ഓരോ മുദ്ദാണ് നിർബന്ധമാകുന്നത്. ഓരോ ദിവസവും ഓരോ മുദ്ദാണ് നിർബന്ധമാകുന്നത്. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ നോമ്പ് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. 7 വയസ്സായ കുട്ടിയോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. 10 വയസ്സായ കുട്ടി നോമ്പനുഷ്ഠിക്കാത്തതിന്റെ പേരിൽ യഥോചിതം ശിക്ഷാ നടപടി സ്വീകരിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. മതവിധിയാണ് കൽപ്പിക്കുന്നത്. ഇതെല്ലാം റമളാനിന്റെ പകലിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. മൂന്നാമത്തെ കർമ്മം, ഓരോ നോമ്പും നമ്മൾ ആരംഭിക്കേണ്ടത് അത്താഴം കൊണ്ടാണ്. അത്താഴം ചില ആളുകൾക്ക് ചെറിയ കാര്യമാണ്, അവരതിനെ അവഗണിക്കുന്നത് കാണാം. അത്താഴം ഒരു വല്ലാത്തൊരു സംഭവമാണ്. സ്വഹാബത്ത് അതിന് പേര് വെച്ചിരുന്നത് യുസമ്മൂനഹാ ബിൽ ഫലാഹ്. ഫലാഹ് എന്നാണ് അവർ അതിന് പേര് വെച്ചിരുന്നത്. വിജയം എന്നാണ് അത്താഴത്തിന് സ്വഹാബത്ത് പേര് കൊടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത്താഴം കഴിച്ചോളൂ, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. 2 കാരണങ്ങൾക്ക് വേണ്ടിയാണ് അത്താഴം കഴിക്കുന്നത്. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് തന്റെ സംസ്കാരം എന്ന പ്രഖ്യാപനത്തിനു വേണ്ടി. അതുപോലെ പകലിലെ നോമ്പ് നല്ല ഊർജ്ജസ്വലമായി പൂർത്തീകരിക്കാനുള്ള എനർജിയും ഊർജവും സംഭരിക്കാൻ വേണ്ടി ഈ ഭൗതികവും ആത്മീയവുമായ 2 കാരണങ്ങൾക്ക് വേണ്ടിയാണ് അത്താഴം സുന്നത്താക്കപ്പെട്ടത്. അത്താഴം കഴിച്ചതിന്റെ ശേഷം 50 ആയത്ത് ഓതി തീർക്കാൻ കഴിയുന്ന കോലത്തിൽ സമയം വിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശൈലിയായിരുന്നു. ജൂതന്മാർക്ക് നോമ്പുണ്ടെങ്കിലും അഹ്ലുൽ കിതാബിന് നോമ്പുണ്ടെങ്കിലും അവർക്ക് അത്താഴം കഴിക്കുന്ന ശീലമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അബൂ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അത്താഴം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത്താഴം ഉണ്ടാക്കി. അല്പം
മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്നോട് അത്താഴമുണ്ടാക്കാൻ പറഞ്ഞു, പക്ഷേ അല്പം മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലാകിന്നി ലഅമുറു മാഷ്തഹീഹി, എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല ഞാൻ കൽപ്പിച്ചത്, മറിച്ച് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ഫസ്ലമാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബി അക്കലത്തു സഹർ, നമ്മുടെയും മറ്റുള്ളവരുടെയും വ്രതാനുഷ്ഠാനങ്ങൾക്കിടയിൽ വേർതിരിക്കുന്ന ഘടകം അത് അത്താഴമാണ്, അത്താഴമാണ്, അത്താഴമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്താഴം അത് സുബ്ഹ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് 50 ആയത്ത് ഓതി തീർക്കാൻ കഴിയുന്ന കോലത്തിൽ സമയം വിട്ടുകൊണ്ട് കഴിക്കുന്നതാണ് സുന്നത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. 3 അമലുകൾ പറഞ്ഞു. 4ാമത്തേത് നോമ്പ് തുറക്കുന്ന അവസരമാണ്, സമയമായാൽ തന്നെ നോമ്പ് തുറക്കുന്നതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ശൈലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാ യസാലുൻ നാസു ബിഖൈരിൻ മഅജ്ജലുൽ ഫിത്റാ, സമയമായാൽ നോമ്പ് തുറക്കുന്നിടത്തോളം കാലം ജനങ്ങളെല്ലാവരും ഐശ്വര്യത്തിലാണ്, ജനങ്ങളെല്ലാവരും ബറക്കത്തിലാണ്. സമയമായിട്ടും നോമ്പ് തുറക്കുന്നത് പിന്തിപ്പിച്ച് കൊണ്ടുപോകുന്നത് അത് മുസ്ലിമിന്റെ ശൈലിയല്ല, മറ്റുള്ളവരുടെ വ്രതാനുഷ്ഠാനത്തിന്റെ രൂപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അഅ്ജലുഹും ഫിത്റാ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടീം സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ഈത്തപ്പഴം അല്ലെങ്കിൽ 3 കാരക്ക, പിന്നെ വെള്ളം, തീ തൊടാത്ത ഭക്ഷണം, പിന്നീട് തീ തൊട്ട ഭക്ഷണം, ഇതാണ് നോമ്പുകാരന്റെ ഭക്ഷണത്തിന്റെ ക്രമം. അതുകൊണ്ട് നോമ്പ് തുറക്കും